അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനിഷ്ടകരമായ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു മാർഗമുണ്ട്. നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷം സലാം വീട്ടുമല്ലോ, സുബ്ഹി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് അതേപോലെ ഇരിക്കുക. വലത്തു ഭാഗത്തേക്ക് ഇമാമാണെങ്കിൽ പോലും തിരിഞ്ഞിരിക്കാതെ അവിടെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് 10 തവണ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലിയാൽ, ഇതൊക്കെ നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ കാണാറുണ്ടാകും. ഇമാമ് സുബ്ഹി നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും സാധാരണയായി സലാം വീട്ടിയാൽ പെട്ടെന്ന് തിരിയാതെ അവിടെ തന്നെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ സലാം വീട്ടിയാൽ വലതു ഭാഗത്തേക്ക് തിരിയും, ഈ നിസ്കാരത്തിന് തിരിയില്ല. 2 നിസ്കാരങ്ങൾക്ക് അതിതാണ് കാരണം. ഇത് 10 തവണ ചൊല്ലുക. എന്നിട്ട് ശേഷം നിങ്ങൾ അല്ലാഹുമ്മ അജിർനി എന്നൊക്കെ ചൊല്ലി സാധാരണ ദിക്റുകളൊക്കെ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ ആ സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് അനിഷ്ടകരമായ സംഭവങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഇതൊരു കാരണമാണ്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.